Hi guys, and welcome to today's session of the Hindu Decode by Geoid. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ആദ്യത്തെ ന്യൂസ് ബുദ്ധിസമൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ചൈന ഇന്ത്യ ആൻഡ് ദ കോൺഫ്ലിക്റ്റ് ഓവർ ബുദ്ധിസം. ഈ ഒരു ന്യൂസ് നമുക്ക് GS പേപ്പർ 1 കൾച്ചറിലും ഹിസ്റ്ററിയിലും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒരു ജിയോ പൊളിറ്റിക്സിലെ ഒരു ബുദ്ധിസത്തിൻ്റെ റോൾ എന്താണ്, എങ്ങനെയാണ്, അതായത് ഇറ്റ് ഷോസ് ഹൗ ആൻ ഏൻഷ്യൻ റിലീജിയൻ ഈസ് യൂസ്ഡ് ഇൻ മോഡേൺ ഡിപ്ലോമസി ആൻഡ് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ്. Tibetan Buddhism, monasteryism. See, you can link this with questions on cultural influence, heritage, and civilizational connect and all. അതേപോലെ GS പേപ്പർ 2 ഇന്റർനാഷണൽ റിലേഷൻസും പോളിറ്റി ഇതിൽ രണ്ടിലും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മെയിനായിട്ട് നമ്മുടെ ഇന്ത്യ ചൈന റിലേഷൻ ഇവിടെ ഒരു മാറ്റർ ആണ്. ഓക്കെ, ഈ ഒരു കൾച്ചറൽ കോമ്പറ്റീഷൻ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ ബ്രോഡർ സ്ട്രാറ്റജിക് റൈവലറി, എസ്പെഷ്യലി ആ ഒരു അരുണാചൽ പ്രദേശ്, ലഡാക്ക്, ഭൂട്ടാൻ പോലെയുള്ള ബോർഡർ ഏരിയാസിൽ. ഇവിടെ അതേപോലെ ഈ സോഫ്റ്റ് പവറും ഡിപ്ലോമസിയും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ്, അതായത് ഇന്ത്യയുടെ ആ ഒരു ബുദ്ധിസ്റ്റ് ഡിപ്ലോമസിയും അതേപോലെ ചൈനയുടെ ആ ഒരു ബുദ്ധിസ്റ്റ് സ്റ്റേറ്റ് ക്രാഫ്റ്റും, ഓക്കെ, അതിൻ്റെ ഒരു കമ്പാരിസൺ പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ ഡാലൈലാമയുടെ സക്സഷൻ ഇഷ്യൂ അത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. ഓക്കെ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യാസ് ടിബറ്റ് പോളിസി ആൻഡ് ദി റെഫ്യൂജി ക്വസ്റ്റ്യൻ ആൻഡ് ഓൾ. GS പേപ്പർ 3 സെക്യൂരിറ്റി ആൻഡ് ബോർഡർ മാനേജ്മെൻറ്റിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആ ഒരു ഹിമാലയൻ ജിയോ പൊളിറ്റിക്സിലുള്ള ഒരു ഇമ്പാക്റ്റ് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ഒരു കൾച്ചറൽ ഒരു മത്സരം ഉണ്ടല്ലോ, ഓക്കെ, പ്രത്യേകിച്ച് ഈ ഒരു കൾച്ചറൽ കോൺട്രസ്റ്റേഷൻ ഇറ്റ് എഫക്ട്സ് ദി ബോർഡർ സ്റ്റെബിലിറ്റി ആൻഡ് ലോക്കൽ ലോയാലിറ്റീസ് ആൻഡ് ഇന്റേണൽ സെക്യൂരിറ്റി ആൻഡ് ഓൾ. ഈ ഒരു ന്യൂസ് ഇത് ശരിക്കും ദിസ് ടോപ്പിക് ബ്യൂട്ടിഫുള്ളി കമ്പൈൻസ് ദി കൾച്ചർ, ഡിപ്ലോമസി ആൻഡ് സ്ട്രാറ്റജി, ആൻഡ് വി നോ ദാറ്റ് ദീസ് ആർ ഓൾ കോർ ഏരിയാസ് ഫോർ ദി UPSC പ്രിപ്പറേഷൻ. ഓക്കെ, നമുക്ക് ന്യൂസിലോട്ട് പോവാം. അവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് ഇൻ ദി ഹിമാലയാസ്, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ലാൻഡ് ഓർ ബോർഡേഴ്സ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ അബൌട്ട് ദി കൾച്ചർ ആൻഡ് റിലീജിയൻ, എസ്പെഷ്യലി ബുദ്ധിസം. എന്തുകൊണ്ടാണ് ബുദ്ധിസം മാറ്റർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ത്യക്കും ചൈനയ്ക്കും ഈ ബുദ്ധിസ്റ്റ് ട്രഡീഷൻസിന് മേലെ കൺട്രോൾ വേണം. ഓക്കെ, ദേ വാണ്ട് കൺട്രോൾ ഓവർ ബുദ്ധിസ്റ്റ് ട്രഡീഷൻസ് ലൈക്ക് ഡിസൈഡിങ് ഹൂ ദി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലാമ. ഓക്കെ, അതൊരു മെയിൻ ഇഷ്യൂ ആണ്, അതിലോട്ട് നമുക്ക് വരാം. ദിസ് ഇസ് ബിക്കോസ് ഈ ലാമാസ് ദേ ആർ റെസ്പെക്റ്റഡ് ബൈ ദ പീപ്പിൾ അല്ലേ. അവരെ കൺട്രോൾ ചെയ്യുന്നത് ഇറ്റ് വിൽ ഗീവ് ദം പൊളിറ്റിക്കൽ പവർ ടു. അതേപോലെ ഈ മൊണാസ്ട്രീസിനെ ഒരു പവർഫുൾ ടൂളായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പൊക്കെ മൊണാസ്ട്രീസ് ദേ വർ ഓൺലി ഫോർ റിലീജിയൻ, പക്ഷെ ഇപ്പോൾ ദേ ആർ യൂസ്ഡ് ബൈ ബോത്ത് കൺട്രീസ്. ഇന്ത്യ ആണെങ്കിലും ചൈന ആണെന്നുണ്ടെങ്കിലും ഇതിനൊരു സോഫ്റ്റ് പവർ ആയിട്ട് ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ലൈക്ക് ഇൻഫ്ലുവൻസിങ് വിത്തൗട്ട് യൂസിങ് ദി ഫോഴ്സ്, എസ്പെഷ്യലി ഈ ബോർഡർ ഏരിയാസിലെ ഈ ലഡാക്ക്, തവാങ്, ഭൂട്ടാൻ. ഓക്കെ, ഇത് മെയിൻലി ആ ഒരു നാഷണൽ ക്ലെയിംസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് വാട്ട് ദിസ് മീൻസ്, അതായത് ഇന്ത്യയും ചൈനയും ദേ ആർ യൂസിങ് ഫെയ്ത്ത്, കൾച്ചർ ആൻഡ് ഹിസ്റ്ററി ആസ് എ ടൂൾ ഇൻ ദെയർ കോമ്പറ്റീഷൻ. ഓക്കെ, മേക്കിംഗ് റിലീജിയൻ quite but a powerful part of their foreign policy today. അതേപോലെ നമ്മുടെ ചൈന ബുദ്ധിസത്തിനെ യൂസ് ചെയ്യുന്നത് ഒരു ടൂളായിട്ടാണ്. ഓക്കെ, ചൈന ഈസ് യൂസിങ് ബുദ്ധിസം ആസ് എ ടൂൾ ഓഫ് പവർ. 1950s തൊട്ട് ഈ ചൈന ഒരു ടിബറ്റൻ ബുദ്ധിസത്തിനെ ദേ ഹാവ് ചേഞ്ച്ഡ് ഇറ്റ് ഇൻ ടു സംതിങ് വിച്ച് ദേ ക്യാൻ കൺട്രോൾ. ഓക്കെ, ആ ഒരു ഇൻഡിപെൻഡൻറ്റ് റിലീജിയസ് ലീഡേഴ്സിന്, ഈ ലാമാസിനെ ഇവർ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ഒരു സൈഡ് ലൈൻ ചെയ്ത പോലെയാണ് ഇപ്പോൾ ചൈന പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അവരുടെ അടുത്ത്. ഓക്കെ, 2007 ഇവർ ലോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതായത് ചൈനീസ് ഗവൺമെൻറ്റിന് മാത്രമേ അപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ ആരായിരിക്കും അടുത്ത ലാമ എന്നുള്ളത്. ഓക്കെ, അത് പക്ക ഒരു റിലീജിയസ് മാറ്ററാണ്. ഇതിൻ്റെ ഇടയിൽ കയറിയിട്ട് ചൈനീസ് ഗവൺമെൻറ് വെറുതെ ആവശ്യമില്ലാണ്ട് കൈകടത്തിയപ്പോൾ, ഓക്കെ, അത് അവർക്ക് ഈ ലാമാസിനെ അല്ലെങ്കിൽ ഈ ബുദ്ധിസത്തിനുള്ള ആൾക്കാർക്ക് വളരെയധികം ഒരു വിയോജിപ്പ് അവിടെ ഉണ്ടാക്കി. Okay, created a law in 2007 that says only the Chinese government can approve the reincarnated lamas, like who the next Dalai Lama is. ഇപ്പോൾ ചൈന റെക്കോർഡ്സ് വയ്ക്കുക, അതായത് ദേ ആർ കീപ്പിംഗ് റെക്കോർഡ്സ്. അതേപോലെ ഈ മൊണാസ്ട്രീസിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട്, അവർ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ടു ബിൽഡ് റിലീജിയസ് പ്ലേസസ് ടു ഇൻഫ്ലുവൻസ് പീപ്പിൾസ് ലോയാലിറ്റി ആൻഡ് ഓൾ.
ഇത് ചൈനയുടെ അപ്രോച്ച് ഇങ്ങനെയാണ്. ഇന്ത്യയുടെ അപ്രോച്ച് എടുക്കുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആണ്, ഒരു സ്ലോ അപ്രോച്ചാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ഡലൈലാമേനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആൻഡ് ഈ ടിബറ്റൻ എക്സൈൽസിനെയും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സിൻസ് 1959. ഓക്കെ, അപ്പോൾ റീസെൻ്റ്ലി ആണ് ലൈക്ക് ഇന്ത്യ സ്റ്റാർട്ടഡ് പ്രൊമോട്ടിങ് ബുദ്ധിസ്റ്റ് ഹെറിറ്റേജ് ആൻഡ് പിൽഗ്രിമേജ് ആസ് എ വേ ടു ബിൽഡ് കണക്ഷൻസ്. ഓക്കെ, പക്ഷെ അത് ചൈനയുടെ പ്ലാൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് വെരി ലെസ് ഓർഗനൈസ്ഡ് എന്ന് വേണം നമുക്ക് പറയാൻ. സോ ഡാലൈലാമയുടെ ഒരു സക്സഷൻ ഇഷ്യൂ എടുക്കുമ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത് 14ാമത്തെ ഡാലൈലാമയാണ്. ആൻഡ് ഇറ്റ് സേസ് ദാറ്റ് ഹി മേ റീഇൻകാർണേറ്റ് ഔട്ട്സൈഡ് ചൈന. ഓക്കെ, ഇനി പുള്ളി പുനർജനിക്കുന്നത് ചൈനയ്ക്ക് പുറത്തായിരിക്കും, അതായത് പോസിബിളി ഇന്ത്യയിലായിരിക്കും എന്നുള്ളതാണ്. സോ ചൈന പറയുന്നത്, ചൈന ചൂസ് ചെയ്യും ആരാണ് അടുത്ത ഡാലൈലാമ എന്നുള്ളതാണ് ചൈന പറയുന്നത്. ഓക്കെ, ഇൻ ലാസ എന്നുള്ളത് അവർ ടിബറ്റിനെ പറയുന്നതാണ്. ഇറ്റ് ഈസ് Tibet autonomous region of China. So this means there could be 2 Dalai Lamas അല്ലേ. അപ്പോൾ ഒരു ടിബറ്റൻ ബുദ്ധിസത്തിൽ തന്നെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാവും, അതേപോലെ ഒരു കൺഫ്യൂഷൻ വരും അല്ലേ, ലൈക്ക് അബൌട്ട് ഹൂ ഈസ് ദ റിയൽ ലീഡർ. അതേപോലെ തന്നെ ചൈന ഈ ബുദ്ധിസത്തിനെയും അതേപോലെ തന്നെ ആ ഒരു ചരിത്രത്തിനെയും യൂസ് ചെയ്തുകൊണ്ടാണ് ചൈന യൂസ് ബുദ്ധിസം പ്ലസ് ഹിസ്റ്ററി ടു സപ്പോർട്ട് ഇറ്റ്സ് ടെറിട്ടോറിയൽ ക്ലെയിം. ഓക്കെ, ലൈക്ക് ഈ തവാങ്ങിലും അരുണാചൽ പ്രദേശിലും. ഓക്കെ, അരുണാചൽ പ്രദേശ്, അതായത് അവർ പറയുന്നത് ഈ തവാങ്, അരുണാചൽ പ്രദേശിലുള്ള തവാങ് ചൈനയുടെ ആണെന്നാണ് അവർ പറയുന്നത്, ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ ടിബറ്റൻ ബുദ്ധിസം. അതേപോലെ തന്നെ ചൈന ഇപ്പോൾ ഈ ബുദ്ധിസ്റ്റ് സൈറ്റുകൾ ഇപ്പോൾ കൂടുതൽ പണിയുന്നുണ്ട്. നേപ്പാളിലൊക്കെ ലുംബിനിയിലൊക്കെ ഇവരിപ്പോൾ ഒരുപാട് ബുദ്ധിസ്റ്റ് സൈറ്റുകളൊക്കെ പണിയുന്നുണ്ട് ടു എക്സ്പാൻഡ് ഇറ്റ്സ് കൾച്ചറൽ ഇൻഫ്ലുവൻസ്. സോ ഈ ഫെയ്ത്ത് അല്ലെങ്കിൽ വിശ്വാസം എന്നുള്ളത് ഇറ്റ് ഈസ് നൗ പാർട്ട് ഓഫ് ദ പവർ ഗെയിം. ഓക്കെ, സോ ഈ ഡാലൈലാമേനെ സപ്പോർട്ട് ചെയ്യുന്ന ഏരിയാസ്, അതായത് ലൈക്ക് സം പാർട്ട് ഓഫ് ഇന്ത്യ, ഭൂട്ടാൻ, സോ അവരെല്ലാം ഇന്ത്യക്ക് ക്ലോസ് ആയിട്ട് നിൽക്കും. ഈ ചൈനയുടെ ഇൻഫ്ലുവൻസ് ഉള്ള കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ, അതായത് ലൈക്ക് ഇൻഫ്ലുവൻസ്ഡ് ബൈ ചൈനാസ് മണി ആൻഡ് കൺട്രോൾ മേ മൂവ് ക്ലോസർ ടു ചൈന. സോ ഈ ബുദ്ധിസത്തിന് മേലെയുള്ള ഈ ഒരു ബാറ്റിൽ ഇറ്റ് ഈസ് ഓൾസോ എ ബാറ്റിൽ ഫോർ ഐഡൻറ്റിറ്റി, ലോയാലിറ്റി ആൻഡ് കൺട്രോൾ, എസ്പെഷ്യലി നമ്മുടെ ഹിമാലയൻ ബോർഡർ റീജിയൻസിൽ. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം, വിച്ച് ഈസ് റിഡീമിങ് ഇന്ത്യാസ് ന്യൂക്ലിയർ പവർ പ്രോമിസ്. ഓക്കെ, ഇത് പ്രിലിംസിൽ ദിസ് ടോപ്പിക് ക്യാൻ ബി ആസ്ക്ഡ് അണ്ടർ ദി കറണ്ട് അഫയേഴ്സ്. അതായത് ഈ യൂണിയൻ ബജറ്റ് ഉണ്ടായിരുന്നു 2025-26 അനൗൺസ്മെൻറ്റിൽ ഈ 100 ജിഗാവാട്ട് ന്യൂക്ലിയർ ടാർഗറ്റും അതേപോലെ സ്മോൾ മോഡുലാർ റിയാക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള ഫണ്ടൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് COP28 ഗ്ലോബൽ ഡിക്ലറേഷൻസ്, ഓക്കെ, അതെല്ലാം വരുന്നുണ്ട്. അതേപോലെ ഈ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയും വേൾഡ് ബാങ്കും തമ്മിലുള്ള പാർട്ട്ണർഷിപ്പും, NPCIL വിച്ച് ഈസ് ദി ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അവരും ഈ NTPC ഈസ് ദി നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. ഓക്കെ, സോ ഇവരുടെ ആ ഒരു ജോയിൻറ്റ് വെഞ്ചേഴ്സും ഇങ്ങനെ എല്ലാം ഈ ഒരു ടോപ്പിക്സിൽ ഇത്, അതായത് കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾക്ക് ഇത്രത്തോളമാണ്. അതായത് ബജറ്റിൽ യൂണിയൻ ബജറ്റ് മാറ്റി വെച്ചത് കൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ COP28 ഗ്ലോബൽ ഡിക്ലറേഷൻസും IAEAയും വേൾഡ് ബാങ്കും തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ്, NPCILും NTPC ജോയിൻറ്റ് വെഞ്ചേഴ്സ്, ഓക്കെ, ഇവർ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ. സയൻസ് ആൻഡ് ടെക്നോളജിയിലാണെന്നുണ്ടെങ്കിൽ ഈ സ്മോൾ മോഡുലാർ റിയാക്ടേഴ്സിനെ പറ്റിയിട്ട് പറഞ്ഞല്ലോ, എന്താണ് സ്മോൾ മോഡുലാർ റിയാക്ടേഴ്സ്, ഈ അതേപോലെ തന്നെ ഈ ഇൻഡിജിനസ് പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടേഴ്സ് ആ ഒരു ടെക്നോളജി എന്താണ്, ന്യൂക്ലിയർ എനർജി ക്ലാസിഫിക്കേഷൻസ് ലൈക്ക് ഗ്രീൻ എനർജി, ബേസ് ലോഡ് പവർ ആൻഡ് ഓൾ, എൻവയോൺമെൻറ്റ് ആൻഡ് എനർജിയിൽ ഇന്ത്യയുടെ ആ ഒരു COP26 കമ്മിറ്റ്മെൻറ്റ്. ഓക്കെ, അതേപോലെ തന്നെ ദി ഷെയർ ഓഫ് കോൾ വേഴ്സസ് റിന്യൂവബിൾസ്, റോൾ ഓഫ് ന്യൂക്ലിയർ ഇൻ ഡീകാർബണൈസേഷൻ. മെയിൻസിലാണെന്നുണ്ടെങ്കിൽ GS പേപ്പർ 3 ടെക്നോളജിയിലും എനർജിയിലും എൻവയോൺമെൻറ്റിലൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതായത് നമുക്ക് ഈ ഡാറ്റ, അതായത് ഇന്ത്യയുടെ ഒരു നിലവിലുള്ള അവസ്ഥ എന്താണ്, നമ്മുടെ ഫ്യൂച്ചർ ആ ഒരു ടാർഗറ്റ് എന്താണ്, ഓക്കെ, അതിനിടയിൽ വരുന്ന ലീഗൽ ഹഡിൽസ് എന്തൊക്കെയാണ്, ഓക്കെ, ഒരു അറ്റോമിക് എനർജി ആക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഗ്ലോബൽ സപ്പോർട്ട്, ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി അസോസിയേഷൻ ഉണ്ടല്ലോ, ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. ഓക്കെ, സോ അവരും വേൾഡ് ബാങ്കും COP28 ആ ഒരു ഗ്ലോബൽ സപ്പോർട്ട് ആ ഒരു രീതിക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്നോളജിക്കൽ പ്രോഗ്രസ്, ഈ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടേഴ്സും
അതേപോലെ തന്നെ സ്മോൾ മോഡുലാർ റിയാക്ടേഴ്സ് എന്താണ്, NPCIL-ഉം NTPC-യും കൂടിയുള്ള ജോയിന്റ് വെഞ്ചർ ഇനീഷ്യേറ്റീവ്സ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഓവറോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് ആണ്. ഓക്കെ, ദിസ് ടോപ്പിക് ഈസ് മൾട്ടി ഡയമെൻഷണൽ ആൻഡ് ഇറ്റ് ഈസ് ഹൈലി റെലവൻറ്റ് ഫോർ പ്രിലിംസ് ആൻഡ് മെയിൻസ്. സോ നമ്മൾ എന്താണ് പ്ലാൻ ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ന്യൂസിലോട്ട് കിടക്കാം. അതായത് ഇന്ത്യ വാണ്ട്സ് ടു ഇൻക്രീസ് അവർ ന്യൂക്ലിയർ കപ്പാസിറ്റി. 2047 ആകുമ്പോഴേക്കും ഏകദേശം ഒരു 100 ജിഗാവാട്ടിലോട്ട് എത്തിക്കണം എന്നാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിലവിൽ 8.18 ജിഗാവാട്ടാണ് റൈറ്റ് നൗ. അത് 100ലോട്ട് ഇങ്ങനെ എത്തിക്കണം 2047 ആകുമ്പോൾ എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിൽ ബിക്കം എ ഡെവലപ്ഡ് കൺട്രി ബൈ 2047. ദിസ് ഹെൽപ്സ് ഇൻ ബിക്കമിങ് എ ഡെവലപ്ഡ് കൺട്രി ബൈ 2047. അതേപോലെ തന്നെ 2070 ആകുമ്പോഴേക്കും ആ ഒരു നെറ്റ് സീറോ എമിഷനിലോട്ട് അത് അച്ചീവ് ചെയ്യാനും ഇത് നമ്മൾ ഒരുപാട് സഹായിക്കും. സോ ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രിലിംസിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആവുന്നത്, അതായത് 2025-26 യൂണിയൻ ബജറ്റിൽ നമ്മുടെ ഗവൺമെൻറ് അനൗൺസ് ചെയ്തിരുന്നു. അതായത് 20,000 കോടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ടു ബിൽഡ് 5 സ്മോൾ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് കോൾഡ് ദി SMRs. സ്മോൾ മോഡുലാർ റിയാക്ടേഴ്സ് ആണ്. 2033 ആകുമ്പോഴേക്കുമാണ് ഓക്കെ ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്രൈവറ്റ് കമ്പനീസ് വരുന്നുണ്ട്, ഓഫ് കോഴ്സ്. യെസ്, ദ ഗവൺമെൻറ് വാണ്ട്സ് ടു അലൗ പ്രൈവറ്റ് കമ്പനീസ് ഇൻ ന്യൂക്ലിയർ എനർജി. പക്ഷെ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില നിയമങ്ങളിൽ മാറ്റം കൊണ്ടുവരണം. 1962 അറ്റോമിക് എനർജി ആക്ട് ഉണ്ട്. അതേപോലെ തന്നെ 2010 സിവിൽ ലയബിലിറ്റി ഫോർ ന്യൂക്ലിയർ ഡാമേജ് ആക്ട് ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു സിവിൽ ലയബിലിറ്റി ഫോർ ന്യൂക്ലിയർ ഡാമേജ് ആക്ട്, ഈ ഒരു ലോ മെയിൻലി ഡീൽ ചെയ്യുന്നത് അതായത് ഒരു ന്യൂക്ലിയർ ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിന് പേ ചെയ്യും എന്ന് വെച്ച് ഡീൽ ചെയ്യുന്നതാണ് ഓക്കെ ഈ ഒരു ആക്ട്. സോ ഇൻ ഷോർട്ട് വി ക്യാൻ സേ ദാറ്റ് ഇന്ത്യക്ക് വി വാണ്ട് ടു യൂസ് മോർ ക്ലീൻ ന്യൂക്ലിയർ എനർജി. പ്രൈവറ്റ് കമ്പനീസിനെ ഇപ്പോൾ നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഇന്ത്യ വാണ്ട്സ് ടു റീച്ച് ബിഗ് ഗോൾസ് ബൈ 2047 ആൻഡ് 2070. സോ ഇന്ത്യയുടെ ഒരു ന്യൂക്ലിയർ ജേണി നോക്കുമ്പോൾ 1956 ഏഷ്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ടാക്കുന്നത് ഇന്ത്യയാണ്. ഓക്കെ, അപ്സര എന്നായിരുന്നു അതിൻ്റെ പേര്. പിന്നീട് 1963 നമ്മൾ ഈ താരാപൂർ റിയാക്ടേഴ്സ് ബിൽഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ 1954 നമ്മുടെ ഹോമി ജഹാംഗീർ ബാബ, നമുക്കറിയാം, ഹി ഈസ് ദി ഫാദർ ഓഫ് ദി ഇന്ത്യൻ ന്യൂക്ലിയർ പ്രോഗ്രാം അല്ലേ. പുള്ളിക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു. അതായത് 1980s ഒക്കെ ആകുമ്പോഴേക്കും ഒരു 8 ജിഗാവാട്ട് ന്യൂക്ലിയർ പവർ ഇങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ പുള്ളിക്ക് വരുന്നുണ്ടായിരുന്നു 1954. ഓക്കെ, ഇതിനിടയിൽ അതായത് നമുക്കൊരുപാട് പ്രശ്നങ്ങൾ ഇതിനിടയിൽ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതായത് 62 ചൈനയായിട്ടുള്ള യുദ്ധം വരുന്നുണ്ട്. 74 ഇന്ത്യ ടെസ്റ്റഡ് ആ ന്യൂക്ലിയർ ഡിവൈസ്. ഒരു പീസ്ഫുൾ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ആയിരുന്നു. 68 നമ്മൾ ഈ ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി അതിൽ സൈൻ ചെയ്യാൻ നമ്മൾ റിഫ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ സൈൻ ചെയ്തില്ല 68. അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് ഈ മൊത്തത്തിലുള്ള ലോകം, ദ വേൾഡ് സ്റ്റോപ്ഡ് ന്യൂക്ലിയർ ട്രേഡ് വിത്ത് ഇന്ത്യ. ഓക്കെ, ഒരു ഫ്യൂലോ ടെക്നോളജിക്കൽ ഹെൽപ്പോ ഒന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഓക്കെ, സോ ഇന്ത്യ ഡെവലപ്ഡ് അവർ ഓൺ ഈ PHWR, പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ. നമ്മൾ യൂസ് ചെയ്തത് നാച്ചുറൽ യുറേനിയമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള വരുത്തിക്കേണ്ട ആവശ്യം നമുക്ക് ഉണ്ടായിരുന്നില്ല. ഓക്കെ, മുമ്പത്തെ വേർഷൻ ഏകദേശം 220 മെഗാവാട്ട് ആയിരുന്നു. അത് രാജസ്ഥാനിലും നരോറയിലും കൈഗയിലും കക്രാബാറിലൊക്കെ ആയിരുന്നു അത് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് അപ്ഗ്രേഡ് ചെയ്തു. അതായത് 220 മെഗാവാട്ടിൽ നിന്നും 540 മെഗാവാട്ടായിട്ട് അതിനെ കൂട്ടുന്നുണ്ട്. ലേറ്റർ ഇറ്റ് ഹാസ് അപ്ഗ്രേഡ്. ഓക്കെ, താരാപൂറിൽ അത് 2005-2006 കാലഘട്ടങ്ങളിലാണ് 540 കൂട്ടുന്നത്. അതേപോലെ കക്രബാറിൽ 2024 700 മെഗാവാട്ടായിട്ട് അതിനെ കൂട്ടുന്നത്. ഓക്കെ, അതേപോലെ തന്നെ 1998 ഇന്ത്യ ഡിഡ് ദി ന്യൂക്ലിയർ ടെസ്റ്റ് അഗൈൻ. 2008 ഇന്ത്യ ഗോട്ട് ദി നമ്മളൊരു ബാൻ ഉണ്ടായിരുന്നല്ലോ, നമുക്ക് മേലെ വെച്ച ആ ഒരു ബാൻ ലിഫ്റ്റ് ചെയ്യാനുണ്ടായത്. ഇറ്റ് ഹാസ് അലൗഡ് ടു ഡു ന്യൂക്ലിയർ ട്രേഡ് അഗൈൻ. സോ it opened a civil nuclear cooperation, like buying uranium, building reactors with other countries and all. 2010 നമ്മൾ ആ ഒരു സിവിൽ ലയബിലിറ്റി ഫോർ ന്യൂക്ലിയർ ഡാമേജ് ആക്ട് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, സോ സപ്ലയേഴ്സ് ആയിരിക്കും റെസ്പോൺസിബിൾ. അതായത് എന്തെങ്കിലും ഒരു അപകടം പറ്റുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ
ഈ ഫോറിൻ കമ്പനീസ് പേടിച്ചുകൊണ്ട് അവർ കുറേ പേര് അപ്പോൾ പോയി. പക്ഷേ റഷ്യ ഇപ്പോഴും നമ്മളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൂടംകുളത്ത്. ഓക്കെ, so in summary we can say that India started strong. We faced isolation, we developed our own reactors, we rejoined the nuclear global nuclear trade in 2008, but legal hurdles now limit foreign partnership. Illegal hurdles എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു സിവിൽ ലയബിലിറ്റി ഫോർ ന്യൂക്ലിയർ ഡാമേജ് ആക്ട് ആണ്. ഓക്കെ, സോ ഇന്ത്യയുടെ ഇലക്ട്രിസിറ്റി യൂസിനെ പറ്റിയിട്ട് നമ്മൾ നോക്കുമ്പോൾ അത് വളരെയധികം കുറവാണ്. ഓക്കെ, 2022 ഈ പെർ പേഴ്സൺ ഇലക്ട്രിസിറ്റി യൂസ് എടുക്കുമ്പോൾ ഇന്ത്യയിൽ ഏകദേശം 1208 യൂണിറ്റ്സ് ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ചൈനയാണെന്നുണ്ടെങ്കിൽ 4600 യൂണിറ്റ് ആണ്. 4600 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4 മടങ്ങ് കൂടുതലാണ്. അമേരിക്ക എടുക്കുകയാണെങ്കിൽ 12500 യൂണിറ്റിന് മേലെയാണ് ദി പെർ പേഴ്സൺ ഇലക്ട്രിസിറ്റി യൂസ് ഇൻ 2022. ഓക്കെ, ഇന്ത്യയും യു എസും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 10 മടങ്ങ് കൂടുതലാണ് യു എസ് എയിൽ. സോ ഇതെന്താണ് മീൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യ നീഡ്സ് മച്ച് മോർ ഇലക്ട്രിസിറ്റി if it wants to grow like China or the US. ഇന്ത്യയുടെ ഒരു കറണ്ട് പവർ സ്റ്റാറ്റസ് എടുക്കുമ്പോൾ നമ്മുടെ ടോട്ടൽ പവർ കപ്പാസിറ്റി 480 ജിഗാവാട്ട്. അതിൽ തന്നെ വളരെ ഒരു ചെറിയ പോർഷൻ മാത്രമേ, അതായത് വളരെ കുറച്ച് പോർഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് കമ്മിങ് ഫ്രം റിന്യൂവബിൾ സോഴ്സസ് ലൈക്ക് സോളാർ ഓർ വിൻഡ് ആൻഡ് ഓൾ. മോസ്റ്റ് ഓഫ് ദി ഇന്ത്യാസ് ഇലക്ട്രിസിറ്റി 75% വരുന്നത് കോളിൽ നിന്നാണ്. ഓക്കെ, അത് വളരെ പൊല്യൂട്ടിംഗ് ആണ്. ഈ ഗ്ലോബൽ ക്ലൈമറ്റ് കമ്മിറ്റ്മെന്റ്സ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു വില്യംസിന്റെ റെലവൻസിൽ പറഞ്ഞപ്പോൾ ഈ ഒരു COP26 2021 നടന്നപ്പോൾ ഇന്ത്യ പ്രോമിസ് ചെയ്തിരുന്നു നെറ്റ് സീറോ ആക്കും, 2070 ആകുമ്പോഴേക്കും നെറ്റ് സീറോ ആക്കും, എമിഷൻ കുറയ്ക്കും, 500 ജിഗാവാട്ട് ഓഫ് നോൺ ഫോസിൽ എനർജി ഉൽപ്പാദിപ്പിക്കും 2030 ആകുമ്പോഴേക്കും, 50% നമ്മുടെ എനർജി റിന്യൂവബിൾ സോഴ്സസിൽ നിന്നായിരിക്കും. നമ്മൾ ഈ വി വിൽ കട്ട് ദി കാർബൺ ഇന്റൻസിറ്റി ബൈ 45% ഫ്രം 2005 ലെവലിൽ നിന്ന് അത് കുറയ്ക്കും, കാർബൺ ഇന്റൻസിറ്റി നമ്മൾ കുറയ്ക്കും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ COP26 2021 ഇന്ത്യ പ്രോമിസ് ചെയ്തിരുന്നു. ഇത്രയും കാര്യങ്ങൾ ഇന്ത്യ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ COP28 2023 COP28 നടക്കുന്നത്. അതിൽ തന്നെ ഒരുപാട് രാജ്യങ്ങൾ, ഇന്ത്യ അടക്കം ഒരുപാട് രാജ്യങ്ങൾ ദി സൈൻഡ് എ ഡിക്ലറേഷൻ ടു ട്രിപ്പിൾ ന്യൂക്ലിയർ എനർജി. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ന്യൂക്ലിയർ ഇറ്റ് ഈസ് വെരി ക്ലീൻ. ഓക്കെ, അതേപോലെ അത് കോൺസ്റ്റന്റ് പവർ നമുക്ക് തരാൻ സഹായിക്കും. ഓക്കെ, സോളാറും വിൻഡും പോലെ അല്ല. ഓക്കെ, ഇത് വെതർ ബേസ്ഡ് ആണല്ലോ. സോ അതേപോലെ തന്നെ ഞാനൊരു പ്രിലിംസിന്റെ റെലവൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഈ വേൾഡ് ബാങ്കും ഈ നമ്മുടെ IAEA വിച്ച് ഈസ് ദ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി, ഇവർ ദേ സ്റ്റാർട്ടഡ് സപ്പോർട്ടിങ് ന്യൂക്ലിയർ പവർ ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് ലൈക്ക് ഇന്ത്യ. Okay, so nuclear it is now seen as essential for long-term reliable clean power. Okay, and നമുക്കറിയാം which is very needed for economic growth. So ഇന്ത്യയുടെ ഇലക്ട്രിസിറ്റി യൂസ് പെർ പേഴ്സൺ ഇറ്റ് ഈസ് വെരി ലോ. സോ ഒരു ഡെവലപ്ഡ് കൺട്രി ആവണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ നീഡ്സ് മച്ച് മോർ ക്ലീൻ ആൻഡ് റിലയബിൾ എനർജി. So nuclear it is now getting global support and it is a key part of India's energy future. സോ 2047 ആകുമ്പോഴേക്കും 100 ജിഗാവാട്ടിലോട്ട് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, അതായത് വാട്ട് പോളിസി ചേഞ്ചസ് ആർ നീഡഡ് എന്ന് നോക്കുമ്പോൾ, ഒന്ന് പഴയ നിയമങ്ങളൊക്കെ ഒന്ന് നൈസായിട്ട് മാറ്റണം. ഈ അറ്റോമിക് എനർജി ആക്ട് ഉണ്ടല്ലോ, 1962 അറ്റോമിക് എനർജി ആക്ട് അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഈ ഒരു ആക്ട് പ്രകാരം ഇറ്റ് കറൻ്റ്ലി ഡസൻറ്റ് അലോ പ്രൈവറ്റ് ഓർ ഫോറിൻ പ്ലെയേഴ്സ്. അതേപോലെ ഈ CLNDA 2010 CLNDA എന്നുള്ളത് സിവിൽ ലയബിലിറ്റി ഫോർ ന്യൂക്ലിയർ ഡാമേജ് ആക്ട് ആണ്. ഓക്കെ, സോ ഇത് സപ്ലയേഴ്സിന് മേലെ ഒരുപാട് കൂടുതൽ ലയബിലിറ്റി വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഫോറിൻ കമ്പനീസ് എല്ലാം പേടിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാത്തത്. അതേപോലെ തന്നെ വി മസ്റ്റ് ക്രിയേറ്റ് ആൻ ഇൻഡിപെൻഡൻറ്റ് ന്യൂക്ലിയർ റെഗുലേറ്റർ. കറൻ്റ്ലി ഗവൺമെൻറ് ആണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയർ സേഫ്റ്റി അതോറിറ്റിയെ വെക്കണം. അത് ഒരു വിശ്വാസവും ട്രാൻസ്പാരൻസിയും ഒക്കെ കൂട്ടുന്നതിന് വളരെയധികം സഹായിക്കും. റൂൾസ് കുറച്ചും കൂടി ക്ലാരിഫൈ ചെയ്യണം. അതായത് ഡിഫൈൻ ഹൂ ഓൺസ് ദ റിയാക്ടർ, ഹൂസ് റെസ്പോൺസിബിൾ ഫോർ സേഫ്റ്റി ആൻഡ് ഹൂ പേസ് ഇഫ് സംതിങ് റോങ്. ഓക്കെ, അപ്പോൾ ഒരു റൂൾസിലൊരു ക്ലാരിറ്റി നമ്മൾ കൊണ്ടുവരണം. അതേപോലെ തന്നെ ഏത് തരത്തിലുള്ള ഫൈനാൻഷ്യൽ സപ്പോർട്ടാണ് വേണ്ടത്, അതായത് ക്ലാസിഫൈ ദി ന്യൂക്ലിയർ ആസ് എ ഗ്രീൻ എനർജി.
ഓക്കെ. സോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ന്യൂക്ലിയർ പവർ പ്രൊജക്ട്സിന് അവർക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടും. അതേപോലെ തന്നെ ഈ ഗ്രീൻ ബോണ്ടുകൾ ഉണ്ടല്ലോ, ഗ്രീൻ ബോണ്ടുകൾ എന്നുള്ളത് എക്കോ ഫ്രണ്ട്ലി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകളാണ്. ഓക്കെ. സോ അങ്ങനത്തെ കുറച്ച് ബെനിഫിറ്റ്സ് അവർക്ക് കിട്ടും. ഗ്രീൻ ബോണ്ടും ടാക്സ് ബെനിഫിറ്റും ഒക്കെ കിട്ടുന്നതായിരിക്കും. ദിസ് വിൽ അലോ ന്യൂക്ലിയർ പ്രൊജക്ട്സ് ടു ഗെറ്റ് ടാക്സ് ബെനിഫിറ്റ് ആൻഡ് ഗ്രീൻ ബോണ്ട്. അപ്പോൾ ന്യൂക്ലിയറിനെ ക്ലാസിഫൈ ദി ന്യൂക്ലിയർ ആസ് ഗ്രീൻ എനർജി. അതേപോലെ തന്നെ ഈ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ഈ ഒരു വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു VGF എന്നത് ശരിക്കും ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവിടെ ഗവൺമെന്റ് ആയിരിക്കും, അതായത് ഗവൺമെന്റ് പേസ് പാർട്ട് ഓഫ് ദ പ്രൊജക്ട് കോസ്റ്റ്. അതൊരു പ്രോഫിറ്റബിൾ അല്ല, ഇമീഡിയറ്റ്ലി പ്രോഫിറ്റബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഈ കമ്പനീസിന് ഇവർ കൊടുത്തോളും, ഗവൺമെന്റ് കൊടുത്തോളും. ഓക്കെ. സോ അതേപോലെ തന്നെ ഇറ്റ് ഷുഡ് ഓഫർ ലോങ് ടേം പവർ പർച്ചേസ് എഗ്രിമെന്റ്. ഓക്കെ. അതേപോലെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ അലൗ ചെയ്യണം. ഓക്കെ. 49% ഫോറിൻ കമ്പനീസ് ഇവിടെ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്തോട്ടെ എന്നുള്ളൊരു ക്ലോസ് നമ്മൾ വെക്കണം. പക്ഷെ വി മസ്റ്റ് കീപ് കൺട്രോൾ വിത്ത് ഇന്ത്യൻ കമ്പനീസ്. ഓക്കെ. സോ ഈ ഇതുവരെ ഉണ്ടായ പ്രോഗ്രസ് നോക്കുമ്പോൾ NPCIL-ഉം NTPC-യും കൂടിയിട്ട്, അതായത് NPCIL ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്, അതേപോലെ തന്നെ NTPC നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ആണ്. ഓക്കെ. രണ്ടും പബ്ലിക് സെക്ടേഴ്സ് ആണ്. ഇവരൊരു ജോയിന്റ് വെഞ്ചർ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ടു ബിൽഡ് 4 ന്യൂക്ലിയർ യൂണിറ്റ്സ്. ഓക്കെ. എല്ലാം 700 മെഗാവാട്ടിന്റെ ആയിരിക്കും. രാജസ്ഥാനിലാണ്, മാഹിബൻസ്വര എന്ന സ്ഥലത്താണ് 4 വരാൻ പോകുന്നത്. So, a new joint venture has been proposed with the Rural Electrification Corporation. സോ എന്താണ് ഇന്ത്യ ചെയ്യേണ്ടതെന്ന് നമുക്ക് ഫൈനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത്, ഈ 100 ജിഗാവാട്ടിന്റെ ന്യൂക്ലിയർ ഗോള് 2047 ആകുമ്പോഴേക്കും എത്തണം എന്നുണ്ടെങ്കിൽ ഇന്ത്യ ചെയ്യേണ്ടത് പ്രൈവറ്റ് ആയിട്ടുള്ള അതേപോലെ തന്നെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റും ഫോറിൻ പ്ലേയേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഓക്കെ. ഈ വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കുറേ ലോകൾ ഉണ്ടല്ലോ, അതിനെയൊക്കെ മോഡേണൈസ് ചെയ്യണം. വി ഷുഡ് മോഡേണൈസ് ദി ഔട്ട്ഡേറ്റഡ് ലോസ്. അതേപോലെ തന്നെ വി മസ്റ്റ് മേക്ക് ന്യൂക്ലിയർ പാർട്ട് ഓഫ് ഇറ്റ്സ് ഗ്രീൻ ആൻഡ് ക്ലീൻ എനർജി ഫ്യൂച്ചർ. So we'll move on to our next news, which is Army gets first batch of Apache helicopters from US. Okay, so Apache helicopters ആണ്, Apache AH-64E. അതിൻ്റെ ഫീച്ചേഴ്സും കേപ്പബിലിറ്റീസും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഡിഫൻസ് ടെക്നോളജിയുടെ ആ ഒരു അണ്ടറിലെ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ. ഞാൻ പ്രിലിംസ് റെലവൻസ് ആണ് പറയുന്നത്. പിന്നെ US-ൻ്റെ കയ്യിൽ നിന്നാണല്ലോ നമ്മൾ വാങ്ങിക്കുന്നത്. ഓക്കെ. സോ ആ ഒരു US-ആയിട്ടുള്ള ആ ഒരു ഡിഫൻസ് ഡീൽ, പിന്നെ ആംഡ് ഫോഴ്സിൻ്റെ, അതായത് ഇന്ത്യയുടെ ആ ഒരു മോഡേണൈസേഷൻ. ഓക്കെ. ആംഡ് ഫോഴ്സിൻ്റെ ആ ഒരു മോഡേണൈസേഷൻ. അതേപോലെ മെയിൻസിൽ IR-ൽ GS പേപ്പർ 2-ൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യയും ആ ഒരു ബയലാറ്ററൽ റിലേഷൻസ്, അതായത് ഇന്ത്യ US ആ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ്, ഈ ഒരു ഡീല് കാണിക്കുന്നത് തന്നെ ഇന്ത്യയും US-ഉം തമ്മിലുള്ള ആ ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന ഡിഫൻസ് കോഓപ്പറേഷനാണ് കാണിക്കുന്നത് അല്ലേ. അതേപോലെ തന്നെ നമ്മുടെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് ഈ ഇൻഡോ പസഫിക് സ്ട്രാറ്റജി. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ഇന്ത്യാസ് ഇൻഡോ പസഫിക് സ്ട്രാറ്റജി. അതായത് നമുക്കറിയാം, ഇൻഡോ പസഫിക്കിൽ ചൈനയുടെ ആ ഒരു സാന്നിധ്യം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇന്ത്യ ഈസ് സ്ട്രെങ്തനിങ് അവർ മിലിറ്ററി റോൾ അമിഡ് ചൈനാസ് റൈസ്. ഒരു ട്രസ്റ്റും ഇന്റർഡിപെൻഡൻസും നമുക്കിവിടെ കാണാൻ കഴിയുമല്ലോ ഇൻ ടെക്നോളജി ട്രാൻസ്ഫർ ആൻഡ് ജോയിന്റ് ഡിഫൻസ് പ്രൊഡക്ഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. GS പേപ്പർ 3-ൽ ഇന്റേണൽ സെക്യൂരിറ്റി ഡിഫൻസിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. ആ ഒരു സെക്യൂരിറ്റി ചാലഞ്ചസും ഡിഫൻസ് മോഡേണൈസേഷനും ഈ അപ്പാച്ചി ഹെലികോപ്റ്റേഴ്സ് ഇറ്റ് വിൽ എൻഹാൻസ് ഇന്ത്യാസ് കോമ്പാക്ട് കേപ്പബിലിറ്റീസ് ഇൻ ടഫ് ടെറൈൻസ്. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് ഇറ്റ് വിൽ സപ്പോർട്ട് ഫോർ കൗണ്ടർ ഇൻസർജൻസി, ബോർഡർ ഡിഫൻസ്, ജോയിന്റ് ഓപ്പറേഷൻസിലൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യാം. ഇറ്റ് റിഫ്ലെക്ട്സ് ഇന്ത്യാസ് ഷിഫ്റ്റ് ടുവേർഡ്സ് ഹൈടെക് വെപ്പണറി ആൻഡ് ഏരിയൽ ഡോമിനൻസ്. ഓക്കെ. സോ എന്താണ് ഈ അപ്പാച്ച് ഹെലികോപ്റ്റേഴ്സ് എന്ന് നോക്കാം. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സ് ആണ്. ഇറ്റ് ഈസ് മെയ്ഡ് ബൈ ദി US. അതിൻ്റെ മോഡലാണ് ഈ AH-64E. ഓക്കെ. സോ ഇത് വാർ സോൺസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ടാങ്കുകളെ പൊട്ടിക്കാനും ഈ എനിമി പൊസിഷൻസിനൊക്കെ ഡിസ്ട്രോയ് ചെയ്യാനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ വാർ സോൺസ്. സോ ഇന്ത്യ ഈസ് ബൈയിങ് ദിസ് ഫ്രം ദി US ആൻഡ് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദി ഡിഫൻസ് കോഓപ്പറേഷൻ. സോ ആദ്യത്തെ ബാച്ച് ഓഫ് ഹെലികോപ്റ്റേഴ്സ് അറൈവ് ചെയ്തിട്ടുണ്ട് ഹിൻഡൺ എയർബേസിൽ, ഇന്ത്യയിൽ സാധനം എത്തിയിട്ടുണ്ട്.
സോ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ ഒന്ന് ബോർഡർ സെക്യൂരിറ്റിയാണ്. നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ വെസ്റ്റേൺ ബോർഡേഴ്സ്, ഓക്കെ, പാകിസ്ഥാൻ്റെ ആ ഒരു ഏരിയയിലൊക്കെ പാകിസ്ഥാൻ ബോർഡറിൽ ഇത് വളരെയധികം നമുക്ക് ഉപകാരപ്രദമായിരിക്കും. അതേപോലെ തന്നെ ഇത് വളരെ ടഫ് ടെറൈൻസിൽ ഈ സാധനം വർക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയാസ് ലഡാക്കിലൊക്കെ ഇത് വളരെയധികം നമുക്ക് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ദീസ് ആർ അഡ്വാൻസ്ഡ് കോമ്പാക്ട് മെഷീൻസ്. ഓക്കെ, ഒരു മോഡേൺ ടെക്നോളജിയാണ് സാധനം വിത്ത് ദി ലേറ്റസ്റ്റ് ടാർഗറ്റിംഗ് സിസ്റ്റം ആൻഡ് വെപ്പൺസ്. So it will boost India's role in Indo-Pacific, where China is also very active. Okay, റീജിയണൽ പവറിനെ ഹെൽപ്പ് ചെയ്യും നമ്മളെ. അതേപോലെ തന്നെ ഈ ഒരു അതിൻ്റെ ഓപ്പറേഷണൽ ബെനിഫിറ്റ്സ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏതൊരു തരത്തിലുള്ള ടെറൈനിലും ഈ സാധനം വർക്ക് ചെയ്യും. അതിപ്പോൾ ഡെസേർട്ടിലാണെങ്കിലും മൗണ്ടെയ്ൻസിലാണെങ്കിലും ജംഗിൾസിലാണെന്നുണ്ടെങ്കിലും എല്ലാവിടെയും സാധനം വർക്ക് ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ വർക്ക് വിത്ത് ദി ഇന്ത്യൻ ആർമീസ് ഏവിയേഷൻ കോർപ്സ് ഫോർ ജോയിൻറ്റ് ഓപ്പറേഷൻസ്. ഇന്ത്യ-US സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഇവിടെ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇറ്റ് ഷോസ് സ്ട്രോങ് ഡിഫൻസ് ടൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ദ US, ഇൻവോൾവ്സ് ദി ടെക്നോളജി ഷെയറിംഗ് ആൻഡ് സ്ട്രാറ്റജിക് കോപ്പറേഷൻ. നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് പറഞ്ഞത് ഇറ്റ് ഈസ് എ ബിഗ് സ്റ്റെപ്പ് ഫോർ ഇന്ത്യാസ് ഡിഫൻസ് സ്ട്രെങ്ത് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് കിടക്കാം, വിച്ച് ഈസ് നമ്മുടെ MiG-21 റിട്ടയർമെൻറ്റ്. അതാണ്. ഓക്കെ, ഇത് പ്രിലിംസിൽ MiG-21 ഒറിജിൻ എവിടെ നിന്നാണ് എന്നുള്ളത് നമുക്കത് പറയാം. അതിൻ്റെ ഒറിജിൻ എവിടെ നിന്നാണ്, അതേപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ദി ലോങ്ങസ്റ്റ് സെർവിങ് ഫൈറ്റർ ജെറ്റാണ് നമ്മുടെ MiG-21. അതേപോലെ തന്നെ അതിന് വേറൊരു നിക് നെയിമും കൂടി ഉണ്ട്, ഫ്ലൈയിങ് കോഫിൻ എന്നാണ് അതിനെ വിളിക്കുന്നത്, സഞ്ചരിക്കുന്ന ശവപ്പെട്ടി എന്നാണ് വിളിക്കുന്നത്. ഡ്യൂ ടു ആക്സിഡൻറ്റ് റെക്കോർഡ്സ്, ഒരുപാട് ആക്സിഡൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് പൈലറ്റ്സിനും അതേപോലെ സിവിലിയൻസിനും. ഇതിന് റിപ്ലേസ് ചെയ്യുന്നത് തേജസ് ആയിരിക്കും. തേജസ് MK-1A ആയിരിക്കും അത് റിപ്ലേസ് ചെയ്യുന്നത്, ഇതിനെ MiG-നെ റിപ്ലേസ് ചെയ്യുന്നത്. സോ ഇപ്പം നിലവിലുള്ളത് എനിക്ക് ലാസ്റ്റ് സ്ക്വാഡ്രോൺസ് 23ാമത്തെ പാന്തേഴ്സും 3ാമത്തെ കോബ്രയാണ് ഇപ്പോൾ ലാസ്റ്റായിട്ട് ഇപ്പോൾ കയ്യിലുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ റിട്ടയർ ചെയ്യും. ഇത് റിട്ടയർമെൻറ്റ് സെറമണി നടത്താൻ ഉദ്ദേശിക്കുന്നത് സെപ്റ്റംബറിലായിരിക്കും, ചണ്ഡീഗഡിൽ വെച്ചിട്ടായിരിക്കും. സോ ഡിഫൻസ് മോഡേണൈസേഷനിലും ഈ ടൈപ്പ് ഉണ്ടല്ലോ, എയർക്രാഫ്റ്റ് ടൈപ്സും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ആ ഒരു കേപ്പബിലിറ്റി ട്രെൻഡ്സിനെ പറ്റിയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ മെയിൻസിൽ GS പേപ്പർ 3 സെക്യൂരിറ്റി ഡിഫൻസ് ടെക്നോളജിയിലൊക്കെ ഈ എക്സ്റ്റേണൽ സ്റ്റേറ്റ്സിൻ്റെ റോളും ഈ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിൻ്റെ ലൈക്ക് ദി റോൾ ഓഫ് എക്സ്റ്റേണൽ സ്റ്റേറ്റ് ആൻഡ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ഇൻ ക്രിയേറ്റിംഗ് ചാലഞ്ചസ് ടു ഇൻറ്റേർണൽ സെക്യൂരിറ്റി. ഈ MiG-21 ആക്സിഡൻറ്റ് റെക്കോർഡ് ഹൈലൈറ്റ് ചെയ്യുന്നത് ആ ഒരു പൈലറ്റ് സേഫ്റ്റി, എയർ വർത്തിനെസ്സും ഡിഫൻസ് പ്രിപ്പയർനെസ് ഒക്കെയാണ്. അതൊക്കെയാണ് അവിടുത്തെ കൺസേൺസ്. ഓക്കെ, സോ അതേപോലെ തന്നെ ഈ ഡിഫൻസ് ടെക്നോളജിയും അതേ ഇൻഡിജിനൈസേഷൻ ഓഫ് ഡിഫൻസ് പ്രൊഡക്ഷൻ, അതായത് MiG-21 ആ ഒരു റിട്ടയർമെൻറ്റ് ഇറ്റ് സിഗ്നൽസ് എ ഷിഫ്റ്റ് ഫ്രം ഫോറിൻ ഡിപ്പെൻഡൻസ് ടു സെൽഫ് റിലയൻസ്. സോവിയറ്റ് യൂണിയൻ്റെ നിന്നാണ് MiG-21 നമ്മൾ വാങ്ങിച്ചത്. അത് റിപ്ലേസ് ചെയ്യുന്നത് നമ്മുടെ തേജസ് ആയിരിക്കും. ഓക്കെ, തേജസ് ഉണ്ടാക്കുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, ഒരു മേക്ക് ഇൻ ഇന്ത്യ ഇനീഷ്യേറ്റീവാണ്. നമ്മുടെ ആ ഒരു ആത്മനിർഭർ ഭാരത് ഉണ്ടല്ലോ. ഓക്കെ, സോ ഇറ്റ് റിഫ്ലക്ട്സ് ഇന്ത്യാസ് പുഷ് ഫോർ ആത്മനിർഭർ ഭാരത് ഇൻ ഡിഫൻസ്. അതേപോലെ തന്നെ ഈ സെക്യൂരിറ്റി ചാലഞ്ചസും ആം ഫോഴ്സ് മോഡേണൈസേഷനും ഒക്കെയാണ്. ഓക്കെ, ദി റിഡക്ഷൻ ഇൻ ഇന്ത്യൻ എയർഫോഴ്സ് സ്ക്വാഡ്രോൺസ് ഫ്രം 32 to 29 ഇമ്പാക്ട്സ് കോമ്പാറ്റ് readiness and all, brings attention to Air Force strength shortfall versus the sanctioned 42 squadrons. സോ ഈ ഒരു ന്യൂസിനെ നിങ്ങൾ ഈ ഡിഫൻസിലുള്ള സെൽഫ് റിലയൻസ് ആയിട്ടും മോഡേണൈസേഷൻ, ഡിഫൻസ് ബജറ്റിംഗ്, അതേപോലെ തന്നെ ഈ ഒരു സ്ട്രാറ്റജിക് എയർ ഡോമിനൻസ്, അതേപോലെ ഇത് പറഞ്ഞല്ലോ ഫ്ലൈയിങ് കോഫിൻ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ദി ഹ്യൂമൻ കോസ്റ്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് ബിക്കോസ് ഓഫ് ദി ഔട്ട്ഡേറ്റഡ് ടെക്നോളജി. സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിനെ കണക്ട് ചെയ്യണം. യു ഷുഡ് കണക്ട് ദിസ് ഇഷ്യൂ to the self-reliance in defense budgeting and modernization, strategic air dominance, human cost of outdated technology and all. Okay, സോ ഈ ഒരു MiG-21 ഫൈറ്റർ ജെറ്റ്സിൻ്റെ റിട്ടയർമെൻറ്റിനെ പറ്റി പറയുമ്പോൾ എന്താണ് MiG-21? അതൊരു ഫൈറ്റർ ജെറ്റാണ്. നമ്മൾ സോവിയറ്റ് യൂണിയൻ്റെ നിന്ന് വാങ്ങിച്ചാണ്. ആദ്യമായിട്ട് ഇന്ത്യ വാങ്ങിക്കുന്നത് 1963-ലാണ്. ഇതൊരു വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള, അതായത് ഒരു സൂപ്പർസോണിക്, ഇറ്റ് ഈസ് ഫാസ്റ്റ് ആൻഡ് വാസ് യൂസ്ഡ് ഫോർ ഫൈറ്റിംഗ് എനിമി എയർക്രാഫ്റ്റ് ആൻഡ് ബോംബിംഗ്. സോ ഇന്ത്യ ഏകദേശം 60 വർഷങ്ങളായിട്ട് MiG-21 നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 63-ൽ നമ്മളത് വാങ്ങിച്ചിട്ട് 2025 വരെ നമ്മളതിന് യൂസ് ചെയ്തിട്ടുണ്ട്. സോ വേർ വാസ് ഇറ്റ് യൂസ്ഡ്? സോ നമ്മൾ
65-ലും 71-ലും പാകിസ്ഥാനെതിരെയുള്ള യുദ്ധത്തിൽ നമ്മളിത് ഉപയോഗിച്ചിട്ടുണ്ട്. 1999 കാർഗിൽ വാറിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 2019 ബലാക്കോട്ട് എയർ സ്ട്രൈക്സിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. 700ഓളം ജെറ്റുകളാണ് വാങ്ങിച്ചത്. കറൻ്റ്ലി 2 സ്ക്വാഡ്രോൺസ് ആണ് ഇപ്പോൾ നിലവിൽ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാന്തേഴ്സും കോബ്രാസും ആണ് ഇപ്പോൾ നിലവിൽ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇപ്പോൾ ഇതിനെ റിട്ടയർ ചെയ്യിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരുപാട് ആക്സിഡൻറ്റ്സ് സംഭവിച്ചിട്ടുണ്ട്. ഏകദേശം 170ഓളം പൈലറ്റും 40ഓളം സിവിലിയൻസും മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഞ്ചരിക്കുന്ന ശവപ്പെട്ടി എന്നാണ് അതിന് പറയുന്നത്. ഫ്ലൈയിങ് കോഫിൻ, ദ നിക് നെയിം ദി ഫ്ലൈയിങ് കോഫിൻ ഡ്യൂ ടു ദീസ് ക്രാഷസ്. ആൻഡ് ഇത് വളരെ ദി പ്ലെയിൻസ് ആർ ടു ഓൾഡ് ആൻഡ് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ പ്രയാസമാണ്. അതേപോലെ തന്നെ ഈ തേജസ് ആയിരിക്കും, നമ്മുടെ തേജസ് MK1A ആയിരിക്കും അതിനെ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഇന്ത്യൻ മെയ്ഡ് മോഡേൺ ജെറ്റാണ് കേട്ടോ. ഇതായിരിക്കും ഇറ്റ് വിൽ റീപ്ലേസ് MiG-21. സോ ദി ഫോക്കസ് ഈസ് ഓൺ ബിൽഡിങ് അവർ ഓൺ ഡിഫൻസ് ടെക്നോളജി. ഓക്കെ, ഒരു സെൽഫ് റിലയൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. സോ ഈ ഒരു റിട്ടയർമെൻറ്റ് കൊണ്ടുള്ള ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ എയർഫോഴ്സിന് ദേ വിൽ ഹാവ് ഓൺലി 29 സ്ക്വാഡ്രോൺസ്. പക്ഷേ ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ ബിഗർ പ്ലാൻ ടു മോഡർണൈസ് ആൻഡ് മേക്ക് ഇന്ത്യ സ്ട്രോങ്ങർ ആൻഡ് മോർ സെൽഫ് റിലയൻറ്റ്. സോ ഒരു സ്പെഷ്യൽ സെറമണി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ചണ്ഡീഗഡിൽ വെച്ചിട്ടായിരിക്കും, സെപ്റ്റംബറിലായിരിക്കും നടക്കുക, ടു സേ എ ഗുഡ് ബൈ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളെ വേറെ കുറച്ച് ന്യൂസസ് ആയിട്ട് കാണാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.